പറഞ്ഞൊരു കാര്യം എനിക്ക് മനസ്സിലായില്ല. മറ്റുള്ള ഏത് ജോലി ചെയ്തിരുന്നാലും നിർത്തി കഴിഞ്ഞ വരുമാനം നിൽക്കും, പക്ഷെ മോദിക്കർ ചെയ്യണവന് ഒരിക്കലും വരുമാനം നിൽക്കത്തില്ല. അതെന്താണ്? സാർ പറഞ്ഞു, ഇത് ടീം വർക്കാണ്. നിങ്ങൾ എത്രത്തോളം ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുന്നു അത്രത്തോളം ആൾക്കാർ അലക്കുകയും കുളിക്കുകയും പല്ല് തേക്കുന്നിടത്തോളം കാലം ഈ ബിസിനസ്സിന് ഒരിക്കലും നിൽക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുക. ഞാൻ വീട്ടിലേക്ക് ചെന്നു. 100 കസ്റ്റമർ എനിക്കുണ്ടായിരുന്നു അരിപ്പൊടി മുളക് വിൽക്കണേൽ. ആ ആൾക്കാരെ എല്ലാവരെയും മോദിക്കർ ഞാൻ പറഞ്ഞുകൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കാൻ തയ്യാറായപ്പോൾ അതിലൊരു 40 പേരോളം എൻ്റെ കൂടെ ജോയിൻ ചെയ്തു. അതിലൂടെ എൻ്റെ ബിസിനസ് വളരാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ചെറിയ ചെറിയ കടങ്ങളൊക്കെ തീർക്കാൻ തുടങ്ങി. അത് തീർത്തു കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ സ്വപ്നങ്ങൾ വളരാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇതുകൊണ്ട് എനിക്ക് എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ, എനിക്ക് ഏതായാലും പഠിത്തമില്ല, ഞാൻ എൻ്റെ 2 മക്കളെയും പഠിപ്പിക്കാൻ തുടങ്ങി. അതിലൂടെ എൻ്റെ കടം കംപ്ലീറ്റ് തീർക്കാൻ സാധിച്ചു. അതുകൂടാതെ എനിക്കൊരു പണി തീരാത്ത വീടായിരുന്നു, ആ വീട് എനിക്ക് പണി തീർക്കാൻ സാധിച്ചു. അതുകൂടാതെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു കാറ്. ആ കാർ എനിക്ക് കിട്ടുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഒരു വഴി പോലും ഇല്ലാത്തടത്ത് എനിക്ക് ആദ്യം വേണ്ട സ്ഥലമാണെന്ന് കരുതി ഞാൻ 3 സ്ഥലത്ത് സ്ഥലം മേടിച്ചിട്ടുണ്ട്. അതുകൂടാതെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എൻ്റെ വീടിൻ്റെ പണി കംപ്ലീറ്റ് പൂർത്തിയാക്കുക. അത് പൂർത്തിയായതിനോട് കൂടി പിന്നെ എനിക്ക് പുറകെ ടൂറുകൾ വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പാസ്പോർട്ട് എടുക്കണം. പക്ഷേ വിദ്യാഭ്യാസം പൂർത്തിയാക്കാത്ത എനിക്ക് പാസ്പോർട്ട് എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. 2010 ഞാൻ സ്റ്റാർ ക്രൂസിൽ പോയി. 2011 ഒരു ചൈനയായിരുന്നു, പോയില്ല, 1 ലക്ഷം രൂപ എനിക്ക് കിട്ടി. 2012 എനിക്ക് മലേഷ്യയായിരുന്നു, പോയില്ല, 1 ലക്ഷം രൂപ എനിക്ക് ക്യാഷ് അവാർഡായിട്ട് കിട്ടി. 2013 ഞാൻ മലേഷ്യ, തായ്ലാൻഡ് പോയി. 2014 ഞാൻ ദുബായ്, അബുദാബി പോയി. 15 യൂറോപ്പ് ഹസ്ബൻഡും ഞാനും കൂടി പോയി. 16 ഞാൻ ബാങ്കോക്ക്, പട്ടായ പോയി. 17 മോസ്കോ, റഷ്യ എന്ന് പറയുന്നിടത്ത് പോയി. അതുകൂടാതെ 2018 സ്റ്റാർ ക്രൂസ് ഇപ്പോൾ ക്വാളിഫൈഡ് ആയിരിക്കുന്നു. 2018 തന്നെ ദുബായ്, പോകാൻ സാധിച്ചു. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു കടം കംപ്ലീറ്റ് തീർത്ത്. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എൻ്റെ മക്കളുടെ വിവാഹം. അത് ആഡംബരമായിട്ട് എനിക്ക് നടത്താൻ പറ്റി. അതുകൂടാതെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം 104 എന്ന് പറയുന്ന ചെക്ക് എനിക്ക് 3,75,000 കൊണ്ടുപോകാൻ സാധിച്ചു. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം